السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 49ാമത്തെ സൂറത്തുൽ ഹുജറാത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിലൂടെ പറയുന്നു, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീറിൻ മിനൽ അംരി ലഅനിത്തും വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈകുമുൽ ഈമാൻ وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. واعلموا നിങ്ങൾ അറിയുക അന്ന ഫീകും നിങ്ങളിലുണ്ടെന്ന് റസൂൽ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് നബിയുടെ കൂടെ ജീവിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തും. ലൗ യുതീഉകും, ആ റസൂൽ നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഫീ കസീരിൻ മിനൽ അംരി, പല കാര്യങ്ങളിലും നബി നിങ്ങളെ അനുസരിച്ചാൽ, നിങ്ങൾ അങ്ങോട്ടാണ് അനുസരിക്കേണ്ടത്. അതിനു പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളനുസരിച്ചാൽ ലഅനിത്തും, നിങ്ങൾ പ്രയാസപ്പെട്ടു പോകുമായിരുന്നു. വലാകിന്ന അല്ലാഹ, എന്നാൽ അല്ലാഹു ഹബ്ബബ ഇലൈക്കും, നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു അൽ ഈമാൻ, ഈമാൻ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള വിശ്വാസം, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്ന കാര്യം നിങ്ങൾക്ക് അള്ളാഹു ഇഷ്ടമുള്ളതാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണിത്. വസയ്യനഹു, അള്ളാഹു അത് അലങ്കരിച്ചു വച്ചിരിക്കുന്നു, സീനത്താക്കിയിരിക്കുന്നു, ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ. വകറഹ ഇലൈക്കും, അവൻ നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു അൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറും ഫുസൂഖും ഇസ്യാനുമെല്ലാം. കുഫർ എന്നാൽ നിഷേധിക്കുക, അള്ളാഹുവിനെ അവൻ്റെ ദീനിനെ നിഷേധിക്കുക. ഫുസൂഖും ഇസ്യാനും, ഫുസൂഖ് പ്രവർത്തിച്ചവനാണ് ഫാസിഖ് എന്ന് പറയുക, ഇസ്യാൻ പ്രവർത്തിച്ചവനാണ് ആസി എന്ന് പറയുക. കുഫറിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതാണ് ഫിസ്ഖ് അല്ലെങ്കിൽ ഫുസൂഖ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു കടക്കുക, തെമ്മാടിയും ധിക്കാരിയുമാവുക, അതാണ് ഫുസൂഖ്. വൽ ഇസ്യാൻ, അതിന് താഴെയുള്ള പാപങ്ങൾ. ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാകുന്നു അറാഷിദൂൻ, സന്മാർഗത്തിലായിട്ടുള്ള റുഷ്ദിലായിട്ടുള്ള ആളുകൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഉണ്ടെന്ന് മറന്നു പോകരുത് എന്ന് സഹാബത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാകട്ടെ നബിയുടെ സുന്നത്ത് നമ്മിലുണ്ട്. ആ റസൂലിൻ്റെ ചര്യ, അവിടുത്തെ ചരിത്രവും അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ വാക്കുകളുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അത് സംരക്ഷിക്കുകയും ചെയ്യും. تركت فيكم شيئين لن تضلوا ما تمسكتم بهما كتاب الله وسنتي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിപിടച്ചു പോവുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ ചര്യയുമാണിത്. വലൻ യഫ്തരിഖാ ഹത്താ യരിദ അലയ്യൽ ഹൗൾ, എൻ്റെ ഹൗളിൻ്റെ അരികിലേക്ക് ഖിയാമത്ത് നാളിൽ വരുന്നതുവരെ അത് രണ്ടും പരസ്പരം വേർപിരിയുകയില്ല. ഖുർആനും സുന്നത്തും പരസ്പരം അത് യോജിക്കുന്നതാണ്, അതൊരിക്കലും പരസ്പരം വിഭിന്നമല്ല. രണ്ടിലും യാതൊരു വൈരുദ്ധ്യവുമില്ല, ഒന്നിനെതിരായത് മറ്റൊന്നിനുണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ വഹിയാണ്. ഖുർആൻ പോലെ
ഈ ദീനിൽ നമുക്ക് ആവശ്യമുള്ള ഖുർആനിൻ്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും. കാരണം ഖുർആൻ സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഖുർആൻ സംരക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ സംരക്ഷിക്കപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് അറബി ഭാഷ, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. കാരണം എന്താ? ഖുർആൻ ഉണ്ടാവും. അതിൻ്റെ ഭാഷയില്ലാതെ എങ്ങനെയാണ് ഖുർആൻ ഉണ്ടാവുക? ഭാഷകൾ ദുനിയാവിൽ പലതുണ്ടായിട്ടുണ്ട്, പലതും വേരറ്റുപോയിട്ടുണ്ട്, പലതിൻ്റെയും ശൈലിയും വാക്കുകളുമൊക്കെ ഏറെ മാറിയിട്ടുണ്ട്. പല പാശ്ചാത്യ ഭാഷകളും ഇന്ന് ലോകത്ത് ഏറെ അറിയപ്പെട്ട ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ നോക്കുക. 300-400 വർഷങ്ങൾക്ക് മുൻപ് ആ ഭാഷയിൽ എഴുതപ്പെട്ട സാഹിത്യങ്ങൾ ഇന്ന് അത് ഒരാൾ വായിക്കാൻ മെനക്കെട്ടാൽ അതിന് അടിക്കുറിപ്പുകൾ വേണ്ടി വരും. നേരെ അത് വായിക്കാൻ പറ്റൂല, കാരണം ഇന്നത്തെ പ്രയോഗങ്ങളല്ല അന്ന്. എന്നാൽ ഖുർആനും ആ ഖുർആൻ വിശദീകരിച്ച ഏറെ മുൻകാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള കിതാബുകൾ ഇന്നൊരാൾ വായിക്കാൻ മെനക്കെട്ടാൽ യാതൊരു പ്രയാസവുമില്ലാതെ അയാൾക്കത് വായിക്കാം. ഭാഷ മാറിയിട്ടില്ല, ശൈലി മാറിയിട്ടില്ല, വാക്കുകൾ മാറിയിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ഉണ്ടാകും ഖിയാമത്ത് നാൾ വരെ ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ അങ്ങോട്ട് അനുസരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഹക്ക് നമ്മെ അനുസരിക്കുക എന്ന സ്ഥിതി വന്നാൽ നമ്മൾ പ്രയാസപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. നോക്കൂ, അല്ലാഹു അവൻ്റെ ഖുർആനിൽ പറഞ്ഞത് കാണാം, വലൗ ഇത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർദ് വമൻ ഫീഹിൻ. ഖുർആനിൽ അതാ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞു, വലൗ ഇത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും, ഹക്ക് അവരുടെ തോന്നിവാസങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിൽ, കാരണം അവരുടെ തോന്നിവാസങ്ങൾക്കനുസരിച്ചായിരുന്നു സത്യമെങ്കിൽ, ലഫസദത്തിസ് സമാവാതു വൽ അർദ് വമൻ ഫീഹിൻ, ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം കുഴപ്പത്തിലായിപ്പോയേനെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളിലും നിങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ കുഴപ്പത്തിലായിപ്പോയേനെ, നിങ്ങൾ ലഅനിത്തും, നിങ്ങൾ പ്രയാസത്തിലായേനെ. വലാകിന്നല്ലാഹ, മറിച്ച് അല്ലാഹു ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ അത് അലങ്കരിച്ചു തന്നിരിക്കുന്നു. കുഫറും ഫുസൂഖും ഇസ്യാനുമെല്ലാം നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി തന്നിരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് സന്മാർഗത്തിലായവർ. അല്ലാഹുവിൻ്റെ വലിയ നിഅമത്താണ് ഒരാൾക്ക് ഖൈറിനോട് ഇഷ്ടമുണ്ടാവുക എന്നത്, തെറ്റിനോട് ഒരാൾക്ക് വെറുപ്പുണ്ടാവുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം തിർമിദിയുടെ ജാമിഇൽ ഉള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറത്തുഹു ഹസനതുഹു വസാഅത്തുഹു സയ്യിഅതുഹു ഫഹുവ മുഅ്മിൻ. മൻ സറത്തുഹു ഹസനതുഹു വസാഅത്തുഹു സയ്യിഅതുഹു ഫഹുവ മുഅ്മിൻ. ആരെങ്കിലും അവൻ്റെ നന്മ അവനെ സന്തോഷിപ്പിച്ചാൽ, തിന്മ അവനെ വേദനിപ്പിച്ചാൽ, അവന് പ്രയാസമുണ്ടാക്കിയാൽ ഫഹുവ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. മുഅ്മിൻ്റെ പ്രത്യേകതയാണ്, തെറ്റുകൾ വല്ലതും സംഭവിച്ചു പോയാൽ അവന് പ്രയാസം തോന്നും, നന്മകൾ ചെയ്യാൻ സാധിച്ചാൽ അവന് സന്തോഷം തോന്നും. അങ്ങനെയുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ അത് ഖൈറിൻ്റെ അടയാളമാണ്. അൽഹംദുലില്ലാഹ്, മുഅ്മിനീങ്ങളുടെ അടയാളമാണത്. ഈമാനിനോട് ഖൈറിനോട് പ്രിയമുണ്ടാവുക, തെറ്റുകളോട് മോശമായ കാര്യങ്ങളോട് വെറുപ്പുണ്ടാവുക എന്നത്. ഓരോരുത്തർക്കും അവൻ്റെ ഖൽബ് അതിലുള്ളത് എന്താണെന്ന് അറിയാം. അത് നേരെയാക്കാൻ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തെറ്റിനോട്, തിന്മയോട്, വൃത്തികേടുകളോട് മനസ്സിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഇഷ്ടം തോന്നുന്നുവെങ്കിൽ അവനവൻ്റെ ഖൽബിനെ ചികിത്സിക്കേണ്ടതുണ്ട്. അവനവൻ്റെ ഹൃദയം നേരെയാക്കാൻ അള്ളാഹുവിനോട് കേണ് ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഹൃദയം അത് പരിശുദ്ധമാക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു പറയുന്നു, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു ഫഅസ്ലിഹൂ ബൈനഹുമാ ഫദ്ലൻ മിനല്ലാഹി വനിഅമ, ഫദ്ലൻ മിനല്ലാഹി വനിഅമ. ഇത് അല്ലാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്. വനിഅമ, അവൻ്റെ അനുഗ്രഹമാണ്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു അലീമാണ്, അവനെല്ലാം അറിയുന്നവനാണ്. ഹകീമുൻ, അവൻ അങ്ങേയറ്റം യുക്തിയുള്ളവനാണ്.
ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഹൃദയം ലഭിച്ചോ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അവൻ അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അത് നീങ്ങിപ്പോകാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ആർക്കാണ് ഹിദായത്ത് അതിനർഹതയുള്ളത്? അത് നന്നായി അറിയുന്നവനാണ് റബ്ബ്. ആർക്കാണ് ഹിദായത്തിന് അർഹതയില്ലാത്തത്? അത് ഏറ്റവും നന്നായി അറിയുന്ന അലീമാണ് റബ്ബ്. ഓരോരുത്തർക്കും അനുയോജ്യമായത് കൊടുക്കുന്ന ഹക്കീമാണ് റബ്ബ്. ഫദ്ലൻ മിനല്ലാഹി വനിഅമ വല്ലാഹു അലീമുൻ ഹകീം. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. الله പറയുന്നു وإن طائفتان من المؤمنين وإن طائفتان എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ. തായിഫ ഒരു കക്ഷി, രണ്ട് കക്ഷികൾ. മിനൽ മുഅ്മിനീന മുഅ്മിനീങ്ങളിലെ രണ്ട് കക്ഷികൾ ഇഖ്തതലു, അതായത് വഇൻ ഇഖ്തതലു, വഇൻ എന്ന് ആദ്യം പറഞ്ഞല്ലോ. അവർ തമ്മിൽ പരസ്പരം പോരടിച്ചാൽ, മുഅ്മിനീങ്ങളിലെ രണ്ട് കക്ഷികൾ പരസ്പരം പോരടിച്ചാൽ. ഈ ആയത്തിൽ മുസ്ലിമീങ്ങളെ അവരുടെ പാപങ്ങളുടെ പേരിൽ കാഫിറാക്കുന്ന ഖവാരിജുകളുടെ വാദത്തിന് മറുപടിയുണ്ട്. കാരണം പരസ്പരം പോരടിച്ചു എന്നത് തെറ്റാണ്, പാപമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അള്ളാഹു അവരെ കാഫിറാക്കിയില്ല. അള്ളാഹു അവരെ വിളിച്ചത് എന്താണ്? മുഅ്മിനീൻ. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു, മുഅ്മിനീങ്ങളിലെ രണ്ട് കക്ഷികൾ പരസ്പരം പോരടിച്ചാൽ. മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹത്തിൽ കഴിയേണ്ട സഹോദരങ്ങളാണ്. എന്നാൽ പോരടിക്കുക എന്നത് തെറ്റാണ്. പക്ഷേ അത് സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രം അവർ കാഫിറാവുകയില്ല. കൂഫറോ ശിർക്കോ സംഭവിച്ചാലല്ലാതെ ഒരു മുസ്ലിം ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ, അവർ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅസ്ലിഹൂ ബൈനഹുമാ, ആ രണ്ട് കൂട്ടർക്കിടയിൽ നിങ്ങൾ സുൽഹ് ഉണ്ടാക്കുക. ഫഅസ്ലിഹൂ, നിങ്ങൾ സുൽഹ് ഉണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക, അവർക്കിടയിൽ ചേർച്ച ഉണ്ടാക്കുക, പ്രശ്നം പരിഹരിക്കുക. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ, ഫഇൻ ബഗത്, ഇനി ബഗി കാണിച്ചാൽ അഥവാ അതിക്രമം കാണിച്ചാൽ, ഇഹ്ദാഹുമാ അവരിലൊരു കക്ഷി, അലൽ ഉഖ്റ മറ്റേ കക്ഷിക്കെതിരിൽ അതിക്രമം കാണിച്ചാൽ, ഫഖാതിലു നിങ്ങൾ യുദ്ധം ചെയ്യുക, അല്ലതി തബ്ഗി ഏത് കക്ഷിയാണോ ബഗി കാണിച്ചത്, അതിക്രമം പ്രവർത്തിച്ചത്, ഹത്താ തഫീഅ ആ കക്ഷി തിരിച്ചു വരുന്നതുവരെ, ഇല അംരില്ലാഹ് അള്ളാഹുവിൻ്റെ അമ്രിലേക്ക്, അവൻ്റെ കൽപ്പനയിലേക്ക് തിരിച്ചു വരുന്നതുവരെ. അപ്പോൾ ഈ ആയത്തിൽ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളോട് അവരുടെ അതിക്രമത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാൻ അള്ളാഹു യുദ്ധം ചെയ്യാൻ അനുവാദമുള്ള അതിൻ്റെ ആളുകളായ മുസ്ലിമീങ്ങളായ ഭരണാധികാരിയോടും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരോടും കൽപ്പിക്കുന്നു. ഫഖാതിലു ലത്തി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ്. നോക്കൂ, ഇവിടെ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചത് എന്തിൻ്റെ പേരിലാണ്? അവർ കാഫിര്യങ്ങളായതുകൊണ്ടാണോ? അല്ല, മറിച്ച് അവരുടെ ബഗി, അവരുടെ അതിക്രമം, അവരുടെ തെറ്റ് അത് തടുക്കുവാൻ, അതില്ലാതാക്കുവാൻ. അതുകൊണ്ട് തന്നെ അവരോട് യുദ്ധം ചെയ്താൽ അവരിലെ പിന്തിരിഞ്ഞോടുന്നവനെ പിന്നാലെ ചെന്ന് കൊല്ലുവാനോ, അവരിൽ പിടിക്കപ്പെട്ടവരെ അടിമകളാക്കി ബന്ദികളാക്കി അടിമകളാക്കുവാനോ അനുവാദമില്ല. ഇവിടെ അവരോടുള്ള യുദ്ധം എന്തിനാണ്? അവരുടെ ശർറ് തടുക്കാനാണ്, അല്ലാതെ അവരുടെ കുഫറിൻ്റെ പേരിലല്ല, അവരുടെ കുഫറിൻ്റെ പേരിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നിങ്ങൾ ഒരു മുസ്ലിമായ ഭരണാധികാരിക്ക് കീഴിൽ ജീവിക്കവേ രണ്ടാമതൊരുവൻ വരുന്നു. എന്തിനു വേണ്ടി? ഞാനാണ് നിങ്ങളുടെ ഭരണാധികാരി എന്ന് പറഞ്ഞ് ഭരണത്തിൽ നിങ്ങളുടെ ഭരണാധികാരിയെ എതിർക്കാൻ വന്നാൽ നിങ്ങൾ രണ്ടാമത്തവനെ കൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിൻ്റെ പേരിലാണ്? അയാൾ കാഫിറായതുകൊണ്ടാണോ? അല്ല, ഷർറ് തടുക്കാനാണത്. ഷർറ് തടുക്കുവാൻ,
കാരണം അല്ലെങ്കിൽ വലിയ ഫസാദ് ഉണ്ടാകും എന്നതുകൊണ്ടാണ്. അതുപോലെയാണ് ഈ കൽപ്പന. ഫഇൻ ഫാഅത്, അവർ തിരിച്ചു വന്നാൽ ഫഅസ്ലിഹൂ ബൈനഹുമ, നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. ബിൽ അദ്ലി, നീതിയോടെ വഅഖ്സിതൂ, നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വസിക്കുന്ന ആളുകൾ ഇഖ്വ, അവർ പരസ്പരം സഹോദരങ്ങളാണ്. ഫഅസ്ലിഹൂ, അതുകൊണ്ട് നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക, സമാധാനമുണ്ടാക്കുക. ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയപ്പെടാൻ വേണ്ടി. സഹോദരങ്ങളെ, ഈ മഹത്തായ സുൽഹ്, നന്മ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കിയ മഹാനായ സഹാബിയാണ് ഹസൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. കാരണം നമുക്കറിയാവുന്നതുപോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹവും മറ്റൊരു മഹാനായ സ്വഹാബി മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് പ്രശ്നങ്ങളിലേക്ക് എത്തി. പിന്നീട് അലി ഇബ്നു അബി താലിബിൻ്റെ വഫാത്തിനു ശേഷം ഹസൻ ഇബ്നു അലി ഭരണമേറ്റെടുത്തു. എന്നാൽ അങ്ങ് ഷാമിലെ അമീർ ആരാണ്? മുആവിയാണ് റളിയല്ലാഹു അൻഹു. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മഹത്തായ ഒരു പ്രവർത്തനം ചെയ്തു. എന്താണത്? അദ്ദേഹം ഭരണത്തിൽ നിന്ന് ഒഴിയുകയും എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അതോടെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഒന്നായി. ആമുൽ ജമാഅ, യോജിപ്പിന്റെ ഐക്യത്തിന്റെ വർഷം എന്ന് ആ വർഷം അറിയപ്പെട്ടു. 19 വർഷക്കാലം മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ മുസ്ലിം ഉമ്മത്ത് കെട്ടുറപ്പോടെ കഴിഞ്ഞു. ഏറെ നന്മകളുള്ള നീതിയുടെ കാലഘട്ടമായിരുന്നു അത്. മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. സഹാബത്തിന് ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ വലുതാക്കുകയും അതിൽ ഇല്ലാത്ത പല കളവുകളും കൂട്ടിച്ചേർക്കുകയും അതിൻ്റെ പേരിൽ അവരിൽ പലരെയും മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്തത് ഷിയഇകളാണ്, റാഫിദികളാണ്. അൽ-അഖീദത്തുൽ വാസിത്തിയ്യ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ റിസാല അത് പഠിക്കുമ്പോൾ നമ്മൾ കുറെ വിശദീകരിച്ചിട്ടുള്ളതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പ്രവചിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാം. അബൂ ബക്ര റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ യൗമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു പ്രസംഗം പ്രസംഗിച്ചു. വമഅഹു അലൽ മിൻബരി അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ. പ്രസംഗിക്കുമ്പോൾ മിൻബറിൽ നബിയുടെ കൂടെ പേരക്കുട്ടിയായ ഹസൻ ഉണ്ടായിരുന്നു, ഹസൻ ഇബ്നു അലി. ഫജഅല യൻദുറു ഇലൈഹി മറ വഇല الناس ഉഖറാ. അപ്പോൾ നബി എന്ത് ചെയ്യാൻ തുടങ്ങി? നബി ഹസനെ നോക്കുന്നു, ജനങ്ങളെ നോക്കുന്നു, ഹസനെ നോക്കുന്നു, വീണ്ടും ജനങ്ങളെ നോക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നബ്നി ഹാദാ സയ്യിദ്, ഇന്നബ്നി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ ഇവൻ നേതാവാണ്, സയ്യിദാണ്. വലഅല്ല അല്ലാഹ തആല അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈൻ അദീമതൈൻ മിനൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഈ മകനെ കൊണ്ട്, അഥവാ നബിയുടെ മകൾ ഫാത്തിമയുടെ മകനാണ് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമ, എൻ്റെ ഈ മകനെ കൊണ്ട് മുസ്ലിമീങ്ങളിലെ രണ്ട് വലിയ കക്ഷികൾക്കിടയിൽ അള്ളാഹു സുൽഹ് ഉണ്ടാക്കും, അള്ളാഹു നന്മയുണ്ടാക്കും, രഞ്ജിപ്പുണ്ടാക്കും. നോക്കൂ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ആ പ്രവചനത്തോടെ സഹാബത്ത് മനസ്സിലാക്കി ഹസൻ ഒരിക്കലും ചെറിയ പ്രായത്തിൽ കുട്ടിയായിരിക്കെ മരിക്കുകയില്ല, ഹസൻ വലുതാവും, എന്നിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കും. അതാണ് പിന്നീട് സംഭവിച്ചത്. അതുപോലെ സംഭവിക്കുകയുണ്ടായി. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു വലിയ രഞ്ജിപ്പുണ്ടാക്കി. നോക്കൂ, റസൂലുള്ളാഹി ഈ രണ്ട് കക്ഷികൾ എന്താണ് വിളിച്ചത്? മുസ്ലിമീങ്ങളിലെ രണ്ട് കക്ഷി എന്നാണ്. ഒരു കക്ഷി കാഫിർ എന്ന് പറഞ്ഞോ ഷിയകളെ പോലെ? ഇല്ല. രണ്ട് കക്ഷിയും കാഫിറുകളാണെന്ന് പറഞ്ഞോ ഖവാരിജികളെ പോലെ?
ഇല്ല. മറിച്ച് മുസ്ലിമീങ്ങളിലെ രണ്ട് കക്ഷി. നോക്കൂ, ഈ ആയത്തിൽ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനമാണ് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ അവനെ അക്രമത്തിന് സഹായിക്കുകയല്ല വേണ്ടത്, പിന്നെയോ അവന്റെ അക്രമം തടുക്കുക. അതാണ് അവനുള്ള സഹായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമാ. നീ നിന്റെ സഹോദരനെ സഹായിക്കുക, അവൻ അക്രമിയായിരിക്കുമ്പോഴും അവൻ ആക്രമിക്കപ്പെട്ടവനായിരിക്കുമ്പോഴും, അവൻ മർദ്ദകനായിരിക്കുകയും മർദ്ദിതനായിരിക്കുകയും നീ അവനെ സഹായിക്കുക. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹാദാ നസർതുഹു മദ്ലൂമാ ഫകൈഫ അൻസുറുഹു ളാലിമാ. ശരി, ഞാനിതാ മർദ്ദിതനായിരിക്കുക, ആക്രമിക്കപ്പെട്ടിരിക്കുക, അവനെ ഞാൻ സഹായിക്കാം. ഞാൻ അവനെ സഹായിക്കുന്നത് അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ളാലിമിനെ സഹായിക്കുക, അക്രമിയെ സഹായിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തംനഉഹു മിനൽ ദുൽമി ഫദാക നസ്റുക ഇയ്യാഹ്. നീ അവനെ അക്രമത്തിൽ നിന്ന് തടയുക, അതാണ് അവനുള്ള സഹായം. അതാണ് അവനുള്ള സഹായം. കാരണം അല്ലെങ്കിൽ ഈ അക്രമം അവനെ നാശത്തിലേക്ക് നയിക്കും. ഈ അക്രമം അവനെ നാശത്തിലേക്ക് നയിക്കും. ആ നാശത്തിലേക്ക് നിന്റെ സഹോദരനെ കൊണ്ടുവിട്ടുകൂടാ. അങ്ങനെ നീ അവനെ അക്രമത്തിന് സഹായിച്ചാൽ, അക്രമം ചെയ്യാൻ സഹായിച്ചാൽ, പരലോകത്ത് നിങ്ങൾ ശത്രുക്കളായിത്തീരും, മിത്രങ്ങളായിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി പാലിക്കാൻ കൽപ്പിച്ചു. അവർ തിരിച്ചു വന്നാൽ വീണ്ടും സുൽഹുണ്ടാക്കുക. അതിക്രമം കാണിച്ച കക്ഷി വീണ്ടും നന്നായി തിരിച്ചു വന്നാൽ സുൽഹുണ്ടാക്കുക, നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഖ്സിതൂന ഇൻദല്ലാഹി തആല യൗമൽ ഖിയാമത്തി അലാ മനാബിറ മിൻ നൂരിൻ അലാ യമീനിൽ അർശ്. മുഖ്സിത്തുകൾ, നീതി പാലിക്കുന്നവർ, അവർ പരലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്ത് പ്രകാശത്തിന്റെ മിമ്പറുകളിന്മേൽ ഉയർന്ന സ്ഥാനങ്ങളിലായിരിക്കും. അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹാലീഹിം വമാ വലൂ. അവരാരാണ്? തങ്ങളുടെ വിധി തീർപ്പുകളിൽ, രണ്ട് കക്ഷികൾക്കിടയിൽ വിധി പറയേണ്ടി വന്നാൽ അതിൽ, തങ്ങളുടെ കുടുംബങ്ങളിൽ, തങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം നീതി പാലിക്കുന്നവരാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് നീതി പാലിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്, നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അള്ളാഹുവിന് അവന് സാക്ഷികളായിരിക്കുക എന്ന് പറഞ്ഞു. ഈ നന്മയിലും നീതിയിലുമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം സഹായിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു. മുസ്ലിമിന്റെ സഹോദരനാണ്. അവനോട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അനീതി പ്രവർത്തിക്കുകയില്ല, ദുൽമ ചെയ്യുകയില്ല. ദുൽമ മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ ആരോടും പാടില്ല. എന്നാൽ മുസ്ലിമീങ്ങളോട് ചെയ്യുക എന്നത് ഗൗരവം കൂടുതലാണ്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു, അവൻ അപകടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരടിമ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവന്റെ സഹായത്തിനുണ്ടാകും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതവാസുലിഹിം കമസലിൽ ജസദിൽ വാഹിദ് ഇദാ ഇസ്തകാ മിൻഹു ഉദ്വൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. മുസ്ലിമീങ്ങൾ അവരുടെ സ്നേഹത്തിലും പരസ്പര കാരുണ്യത്തിലും പരസ്പര ദയാവായ്പിലും അവർ ഒരൊറ്റ ശരീരം പോലെയാണ്. അതിലൊരവയവത്തിന് വല്ല പ്രയാസവും ഉണ്ടായാൽ ബാക്കി ഭാഗങ്ങളെല്ലാം അതിനോട് പ്രതികരിക്കും. ബിസ്സഹരി വൽ ഹുമ്മ, ഉറക്കമടച്ചുകൊണ്ടും പനി ബാധിച്ചുകൊണ്ടുമെല്ലാം. അതുപോലെ നോക്കൂ, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മറ്റൊരു മനോഹരമായ ഹദീസ് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ മുഅ്മിന മിൻ അഹ്ലിൽ ഈമാനി ബിമൻസിലത്തി റഅസി മിനൽ ജസദ്. ഇന്നൽ മുഅ്മിന മിൻ അഹ്ലിൽ ഈമാൻ, ഒരു മുഅ്മിൻ ഈമാനിന്റെ ആളുകളായ അവന്റെ മറ്റ് സഹോദരങ്ങളോട് അവൻ എങ്ങനെയായിരിക്കും? ബിമൻസിലത്തി റഅസി മിനൽ ജസദ്, ശരീരത്തിന്
തല എങ്ങനെയാണോ ശിരസ് എങ്ങനെയാണോ അതുപോലെ യഅലമുൽ മുഅ്മിനു ലിഅഹ്ലിൽ ഈമാൻ മുഅ്മിനീങ്ങൾക്ക് ഈമാനിന്റെ ആളുകളുടെ വേദനക്ക് അവരുടെ വേദന കാരണത്താൽ ഇവനും വേദനിക്കും. അവർക്ക് വേദന ഉണ്ടായാൽ ഇവൻ വേദനിക്കും. കമാ യഅലമുൽ ജസദു ലിമാ ഫിർ റഅസ്, തലയിൽ സംഭവിക്കുന്നതിന് ശരീരത്തിന് വേദന ഉണ്ടാകുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, അവരുടെ വേദനയിൽ വേദനിക്കുക എന്നത് ഈമാനിൻ്റെ അടയാളമാണ്. സഹാബത്തിൽ ചിലർ പറഞ്ഞത് കാണാം, മുസ്ലിമീങ്ങളുടെ ഒരു നാട്ടിൽ മഴ പെയ്തു എന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കും, എൻ്റെ കാലികളൊന്നും ആ നാട്ടിൽ മേഞ്ഞ് നടക്കുന്നില്ലെങ്കിലും. മുസ്ലിമീങ്ങളുടെ ഒരു ഭരണാധികാരി നീതി പാലിക്കുന്നു എന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കും, ഞാൻ അയാളടുത്ത് കേസ് കൊണ്ടുപോകുകയില്ലെങ്കിലും. സുബ്ഹാനല്ലാഹ്. നോക്കൂ അവരുടെ സ്നേഹം. കാരണം അല്ലാഹുവിൽ നമ്മെപ്പോലെ വിശ്വസിക്കുന്ന, നാം തിരിയുന്ന അതേ ഖിബ്ലയിലേക്ക് തിരിയുന്ന, നമ്മെപ്പോലെ റബ്ബിന് സുജൂദ് ചെയ്യുന്ന, അവനെ മാത്രം വിളിച്ചു തേടുന്ന നമ്മുടെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സത്യപ്പെടുത്തി നമ്മുടെ സഹോദരങ്ങളായ മുഅ്മിനീങ്ങൾ അതല്ലാത്തവർ ഒരിക്കലും ഒരുപോലെയല്ല. അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിക്കുന്നവരും അല്ലാത്തവരും ഒരു കാരണവശാലും ഒരുപോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ പരസ്പരം സഹോദരങ്ങളാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ. ലഅല്ല, ഖുർആനിൽ ലഅല്ല എന്നാൽ സാധ്യത പറയുന്ന പ്രയോഗമാണ്. പക്ഷേ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഖുർആനിൽ ഇതേപോലെ സാധ്യത പറയുന്ന വാക്കുകളെല്ലാം ഉറപ്പുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അത് പറഞ്ഞവൻ ആരാണ്? അങ്ങേയറ്റത്തെ കരീമായ റബ്ബാണ്. ഏറെ ഉദാരനായ ഒരു മനുഷ്യൻ ഞാൻ നിനക്ക് ചിലപ്പോൾ തരും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കൊടുക്കാതിരിക്കുകയില്ല. എന്നാൽ അക്രമുൽ അക്രമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഉദാരനും എല്ലാ ഖൈറും എല്ലാ മഹത്വവും മാന്യതയുമുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അള്ളാഹിനെ സൂക്ഷിച്ചാൽ റഹ്മത്ത് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ തഹ്ഖീഖാണത്, ഉറപ്പാണത്. അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് അവൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം അത് ഉറപ്പാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ അവൻ പഠിപ്പിച്ച ഈ മഹത്തായ സൽഗുണങ്ങൾ നമുക്കേവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഖുലുഖ് ഖുർആനാകാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. اللهم إنا نعوذ بك من منكرات الأعمال والأخلاق والأهواء. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരെ, ലാ യസ്ഖർ, പരിഹസിക്കരുത്, ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു, അവരായിരിക്കാം അഥവാ പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം, ഖൈറൻ മിൻഹും, ഇവരെക്കാൾ, ഈ പരിഹസിക്കുന്ന ആളുകളെക്കാൾ നല്ല ആളുകൾ അവരായിരിക്കാം. അള്ളാഹുവെങ്കിൽ സ്ഥാനം അവർക്കായിരിക്കാം. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു കൽപ്പന കൽപ്പിച്ചാൽ ഖുർആനിന്റെ അഭിസംബോധിതർ പുരുഷന്മാരാണ്. ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധിതരാരാണ്? പുരുഷന്മാരാണ്. അതുകൊണ്ടാണല്ലോ ആതുൻ നിസാ, നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കുക, അവരുടെ മഹ്ർ കൊടുക്കുക, സദഖാത്തിഹിന്ന നിഹ്ല. ആരാ? നിങ്ങൾ, പുരുഷന്മാരാണ്. അഭിസംബോധന ആരോടാണ്? പുരുഷന്മാരോടാണ്. സ്ത്രീകൾ തവാവിഉ അർരിജാൽ, പുരുഷന്മാരുടെ പിന്നാലെ ഉള്ളവരാണ്. പക്ഷേ ഖുർആനിൽ ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം വിലക്കിയാൽ അത് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. അസ്ൽ അതാണ്, അടിസ്ഥാനം അതാണ്. ഉള്ളൊരു കാര്യം കൽപ്പിച്ചാൽ ആണിനും പെണ്ണിനും ഒരേപോലെ ബാധകം.
ഒരു കാര്യം വിലക്കിയാൽ ആണിനും പെണ്ണിനും ഒരേപോലെ ബാധകം. ആണിന് പ്രത്യേകമാണിത് അല്ലെങ്കിൽ പെണ്ണിന് പ്രത്യേകമാണിത്, അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകം തെളിവ് വേണം. അതിന് പ്രത്യേകം തെളിവുണ്ടെങ്കിൽ ഇതാണിന് മാത്രമാണ് അല്ലെങ്കിൽ ഇത് പെണ്ണിന് മാത്രമാണ് എന്നത് വരികയുള്ളൂ. ഉദാഹരണത്തിന് സ്ത്രീകളെ പ്രത്യേകമായി അള്ളാഹു വിളിച്ചു പറയുന്നത് പോലെ അവരുടെ ഔറത്തിനെ കുറിച്ച്, അത് മറക്കേണ്ട അവരുടെ വസ്ത്രത്തെക്കുറിച്ചൊക്കെ ഉള്ളതുപോലെ. അല്ലെങ്കിൽ അള്ളാഹ് ഒരു കാര്യം കൽപ്പിച്ചാൽ, അള്ളാഹുവിനും അവൻ്റെ കിതാബിനെ വിശ്വസിക്കാൻ കൽപ്പിച്ചാൽ ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. ഒരു കൂട്ടർക്ക് പ്രത്യേകമാണെങ്കിൽ പ്രത്യേകം തെളിവ് വേണം. നമുക്ക് അടിസ്ഥാനം അതാണ്. അപ്പോൾ അള്ളാഹു ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുതെന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഒരുപോലെയാണത്. പക്ഷെ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പ്രത്യേകമായി സ്ത്രീകളെ വീണ്ടും പറയുന്നു. പുരുഷന്മാരെ പറഞ്ഞ് സ്ത്രീകളോട് പ്രത്യേകം അതേ കാര്യം അള്ളാഹു പറയുന്നു. വലാ നിസാഉൻ മിൻ നിസാഇൻ. ഒരു സ്ത്രീകളും മറ്റൊരു കൂട്ടം സ്ത്രീകളെ പരിഹസിക്കരുത്. അസാ അൻ യകുന്ന, ആ സ്ത്രീകൾ പരിഹസിക്കപ്പെട്ട സ്ത്രീകളായിരിക്കാം. ഖൈറൻ മിൻഹുന്ന, ഈ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ നല്ലവരായിരിക്കാം. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തി പറയരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം ലഖബ് വിളിക്കരുത്, ഇരട്ടപ്പേര് വിളിക്കരുത്. ബിഅസ, എത്ര മോശമാണ്. അൽ ഇസ്മുൽ ഫുസൂഖു, തോന്നിവാസത്തിന്റെ ധിക്കാരത്തിന്റെ ചെമ്മാടിത്തത്തിന് മോശമായ ധിക്കാരത്തിന്റെ പേര്, ഫുസൂഖിന്റെ പേര് ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം ഫുസൂഖിന്റെ പേര്, ധിക്കാരത്തിന്റെ പേര് എത്ര മോശമാണ്. വമൻ ലം യതുബ്, ആരാണോ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാത്തത്, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ജനങ്ങളെ പരിഹസിക്കുക, അവരെ ഒരു വിലയില്ലാത്തവരായി കാണുക, അവരെ കളിയാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിലക്കുന്നു. കാരണം അതാണ് അഹങ്കാരം. അൽ കിബ്റു ബാതറുൽ ഹഖ് വഗംതുൻ നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അഹങ്കാരം എന്നാൽ അത് ബതറുൽ ഹഖ്, സത്യത്തെ നിഷേധിക്കലും, വഗംതുൻ നാസ്, ജനങ്ങളെ നിസാരരായി കാണലുമാണ്. ഞാനാണ് അവരെക്കാൾ നല്ല ആൾ, എനിക്കാണ് അവനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്ന് വിചാരിക്കുക, ആളുകളെ മോശക്കാരായി കാണുക, അവരെ ഒന്നിനും കൊള്ളാത്തവരായി കാണുക, ഇതാണ് അഹങ്കാരം. അതിൻ്റെ അടയാളമാണ് പരിഹാസം. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, വഹാദ ഹറാം, ഇത് ഹറാമാണ്. قد يكون المحتقر أعظم قدرا عند الله تعالى وأحب إليه من الساخر منه المحتقر له. കാരണം അള്ളാഹു എങ്കിൽ ഈ പരിഹസിക്കപ്പെട്ടവനായിരിക്കാം പരിഹസിച്ചവനേക്കാൾ ഖൈർ. അള്ളാഹുവിന് ഇഷ്ടം ആരെയായിരിക്കും? പരിഹസിച്ച ആളെയായിരിക്കും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് ഇമാം ഇബ്നു കസീർ പറയുകയാണ്, ഫനസ്സ അലാ നഹിർ റിജാൽ വഅതഫ നഹിയൻ നിസാ. പുരുഷന്മാരോട് അള്ളാഹു പ്രത്യേകം പറഞ്ഞു, വീണ്ടും സ്ത്രീകൾ അതിലേക്ക് ചേർത്ത്, സ്ത്രീകളെ നിങ്ങളും ചെയ്യരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം ലംസ് ചെയ്യരുത്. എന്താണ് ലംസ്? വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ, വൈലുൻ നാശമാണ്, ലികുല്ലി ഹുമസത്തിൻ ലുമസ. ഹംസ് എന്നാൽ അത് പ്രവൃത്തി കൊണ്ട് ആളുകളെ നിസാരരാക്കലാണ്. ശരീരം കൊണ്ട്, ആംഗ്യം കൊണ്ടൊക്കെ ആളുകളെ ഇങ്ങനെ പരിഹസിച്ച് പറയുമല്ലോ, കണ്ണുകൊണ്ടും ചേഷ്ടകൾ കൊണ്ടുമെല്ലാം. ലംസ് എന്നാൽ വാക്കുകൊണ്ട് കുത്തി പറയുക, രണ്ടും പാടില്ല. വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നാശമുണ്ടെന്ന് പറഞ്ഞു. ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, കുറ്റി പറയുന്ന ആളുകളെ നിന്ദരാക്കുന്ന ആളുകൾ. മശ്ശാഇൻ ബിനമീം, ഏഷണയും കൊണ്ട് ജനങ്ങൾക്കിടയിൽ നടക്കുന്ന ആളുകൾ. അള്ളാഹു അവരെ വളരെ മോശമായ വിശേഷണങ്ങൾ കൊണ്ട് സൂറത്തുൽ ഖലമിൽ വിശേഷിപ്പിച്ചത് കാണാം. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം ഇരട്ടപ്പേര് വിളിക്കരുത്. എന്താണ് ഇരട്ടപ്പേര് എന്ന് പറഞ്ഞാൽ? വഹിയല്ലത്തി യസൂഉ ശഖ്സു സമാഅഹ, വഹിയല്ലത്തി യസൂഉ ശഖ്സ സമാഉഹ. ഒരാൾക്കത് കേട്ടാൽ പ്രയാസമുണ്ടാകും, അങ്ങനത്തെ പേര് അയാളെ വിളിക്കാൻ പാടില്ല. മറിച്ച് അയാളുടെ ശരിയായ പേര്
വിളിക്കുക. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ്, ആരാണ് ഖേദിച്ചു മടങ്ങാത്തത്, അതായത് മിൻഹാദ, ഈ പറഞ്ഞതുപോലെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാത്തത് അവരാരാണോ അള്ളാഹുവിലേക്ക് തൻ്റെ പാപങ്ങളിൽ നിന്ന് നിരന്തരം ഖേദിച്ച് മടങ്ങേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാത്തവർ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാകുന്നു അക്രമികളായ ആളുകൾ. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തരമായ സ്വഭാവ ഗുണങ്ങളാണ് റബ്ബ് അവൻ്റെ കിതാബിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സന്മാർഗമാണ് ഈ ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം, ഏറ്റവും നേരായ മാർഗത്തിലേക്ക് ഈ ഖുർആൻ വഴി നടത്തും. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അസ്അലുല്ലാഹ ലി വലക്കും തൗഫീഖ് ലിമാ യുഹിബ്ബുഹു വയർദാഹ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരെ, ഇജ്തനിബൂ, നിങ്ങൾ ഉപേക്ഷിക്കുക, കസീറൻ മിനൽ ളന്നി, ഊഹങ്ങളിൽ പലതും നിങ്ങൾ ഉപേക്ഷിക്കുക. സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇജ്തനിബൂ, നിങ്ങൾ ഉപേക്ഷിക്കുക, കസീറൻ മിനൽ ളന്നി, ഊഹം അതിലധികവും നിങ്ങൾ ഉപേക്ഷിക്കുക. ഇന്ന ബഅദ ളന്നി ഇസ്മുൻ, ഊഹത്തിൽ ചിലത് ഇസ്മുൻ, അത് പാപമാണ്, തെറ്റാണ്. വല തജസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്, തെറ്റുകൾ തിന്മകൾ അന്വേഷിച്ച് നടക്കരുത്. വല യഗ്തബ്, നിങ്ങൾ ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്. ബഅദുകും ബഅദാ, നിങ്ങളിൽ ചിലർ ചിലരെ പരസ്പരം. അയുഹിബ്ബു അഹദുകും, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുന്നുവോ, അയഅകൂല, തിന്നാൻ, ലഹ്മ അഖീഹി, തൻ്റെ സഹോദരൻ്റെ മാംസം, മൈതൻ, അവൻ മരിച്ചവനായിരിക്കെ മരിച്ചിടക്കുന്ന സഹോദരൻ്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഫകരിഹ്തുമൂഹു, നിങ്ങളത് വെറുക്കുന്നു. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു തവ്വാബാണ്, അവൻ അടിമകളുടെ തൗബ ഏറെ സ്വീകരിക്കുന്ന, അവരിലേക്ക് മടങ്ങുന്നവനാണ്. റഹീമുൻ, അവരോടേറെ റഹ്മത്ത്, കാരുണ്യം ചൊരിയുന്നവനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തിലൂടെ ഊഹം അത് വിലക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, വലാ തദുന്നന്ന ബികലിമത്തിൻ ഖറജത് മിൻ അഖീകൽ മുഅ്മിൻ ഇല്ലാ ഖൈറാ, നിന്റെ സഹോദരന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു വാക്ക് അത് നീ നല്ല നിലക്കല്ലാതെ എടുക്കരുത്, അതിനെക്കുറിച്ച് നീ മോശം വിചാരിക്കരുത്. വഅൻത തജിദു ലഹാ ഫിൽ ഖൈരി മഹ്മല, അത് നല്ല നിലക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവനത് പറഞ്ഞതിനെ ഒരു നല്ല വജ്ഹിലെടുക്കുവാൻ, അതിന് അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. മോശമായതാണ് പെട്ടെന്ന് കേട്ടപ്പോൾ തോന്നിയതെങ്കിലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല എന്ന നിലക്ക് ഖൈറിൽ അതിനെ കൊണ്ടുപോകാൻ, അത് ഖൈറായ നിലക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നീ അത് മോശമായി വിചാരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള ഹദീസിൽ കാണാം, ഇയാകും വظന്ന, നിങ്ങൾ ഊഹം സൂക്ഷിക്കുക. ഫഇന്ന ظن അക്ദബുൽ ഹദീസ്, ഊഹമാണ് ഏറ്റവും കളവാകുന്ന വർത്തമാനം. വല തജസ്സസു, നിങ്ങൾ തിന്മകൾ അന്വേഷിച്ച് നടക്കരുത്. വല തഹസ്സസു, വാർത്തകൾ അറിയാൻ വേണ്ടി ജനങ്ങളുടെ വർത്തമാനം കട്ടുകേൾക്കുക പോലെയുള്ള പ്രവർത്തനം ചെയ്യരുത്. വല തനാഫസു, പരസ്പരം പൊങ്ങച്ചങ്ങളിൽ മത്സരിക്കരുത്. വല തഹാസദു, പരസ്പരം അസൂയ വെക്കരുത്. വല തബാഗദു, പരസ്പരം വെറുക്കരുത്. വല തദാബറു, കണ്ടാൽ മുഖം തിരിച്ച് നടക്കരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അല്ലാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീരുക. സല്ലല്ലാഹു അലൈഹി വലക്കും തൗഫീഖ്. മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ഇനിത്തബഅത ഔറാത്തിൻ നാസ്, നീ ജനങ്ങളുടെ അവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടന്നാൽ അഫ്സത്തഹും ഔ കിത്ത തുഫ്സിദുഹും, നീ അവരെ നശിപ്പിക്കും, അല്ലെങ്കിൽ നീ അവരെ നശിപ്പിക്കാറടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് കീഴിലുള്ള ആളുകൾ അവരുടെ തിന്മകൾ അത് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ നടക്കാൻ നിന്നാൽ നീ അത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കണ്ടാൽ പിന്നീട് ചിലപ്പോൾ അവർ അതിൻ്റെ തന്നെ ആളുകളായേക്കാം. അത് എൻ്റെ പിന്നാലെ നടക്കാൻ കൽപ്പിച്ചിട്ടില്ല. നന്മ ഉപദേശിക്കുക, തിന്മ വിലക്കുക.
നമ്മൾ പറഞ്ഞില്ല സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരിൽ പലരും അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ദൂരെ നിന്ന് തന്നെ വച്ചുണ്ടാക്കും. എന്തിനാണ്? മോശമായതൊന്നും അങ്ങോട്ട് കയറിയാൽ കാണാതിരിക്കാൻ, അവർ നിർത്തിക്കളയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് വന്നാൽ രാത്രി വന്ന് വാതിൽ മുട്ടരുതെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു തരം അവരെന്തെങ്കിലും ഞാനില്ലാത്തപ്പോൾ മോശം ചെയ്യുന്നുണ്ടോ എന്നത് ഒരു ചാരനെ പോലെ അതിൻ്റെ പിന്നാലെ നടക്കുക എന്നത് മോശമാണത്. അതുകൊണ്ട് ഖൈറില്ല. അതുകൊണ്ട് ജീവിതം എല്ലാവരുടേതും ദുഷിക്കുകയാണ് ചെയ്യുക. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. തിന്മ സംഭവിക്കുന്നുവെങ്കിൽ അത് തടയേണ്ടതാണെങ്കിൽ അത് നല്ല രൂപത്തിൽ തടയുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുന്നിൽ വന്നാൽ അത് തടയണം. കൈ കൊണ്ടോ അതിന് സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ടോ അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയോ വേണം. നമ്മുടെ കീഴിലുള്ള ആളുകളാണോ നമ്മളത് തടയണം. പക്ഷെ അതല്ലാതെ അതിനപ്പുറത്ത് ഒരു തരം സംശയരോഗവുമായി ചാരപ്പണി എടുക്കുന്നത് പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ അമീറ ഇദാ ബതഗ റീബത ഫിന്നാസി അഫ്സദഹു. ഒരു അമീർ, ഒരു ഭരണാധികാരി, ഒരു നേതാവ് ജനങ്ങളുടെ റീബത്ത്, അവരുടെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ അതന്വേഷിച്ച് നടന്നാൽ അഫ്സദഹും, അവരെ അയാൾ ദുഷിപ്പിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഈ ആയത്തിൽ പറഞ്ഞ മറ്റ് കാര്യങ്ങൾ, ഗീബത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ച വായിക്കാവുന്നതാണ്. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.